പ്ലസ് ടു മാത്തമാറ്റിക്സിലെ കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി എന്ന ചാപ്റ്ററിലെ കണ്ടിന്യൂറ്റി എന്ന് പറയുന്ന ടോപ്പിക്കിനെ കുറിച്ചാണ് ഞാൻ ഇന്നിവിടെ ക്ലാസ് എടുക്കുന്നത്. ഈ ചാപ്റ്ററിൽ നിന്നും 10നും 12നും മാർക്കിന് ക്വസ്റ്റ്യൻസ് പരീക്ഷയ്ക്ക് വരാറുണ്ട്. അതിൻ്റെ ഉള്ളിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും പോയിൻറ്റ്സുകളുമാണ് ഞാനിവിടെ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. ഏറ്റവും ഷോർട്ടായിട്ടാണ് ഞാൻ ഈ ക്ലാസ് ഇവിടെ സെറ്റ് ചെയ്തേക്കുന്നത്. ഇതിൻ്റെ ഉള്ളിലെ എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾ ചെയ്ത് പഠിക്കുക, നന്നായി മനസ്സിലാക്കുക. വീണ്ടും ഇതേ മോഡൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് എടുത്ത് അതിൻ്റെ ഉള്ളിൽ നോക്കി പഠിക്കണം. ഇതിനെ നിങ്ങളൊരു റാപ്പിഡ് റിവിഷനായിട്ട് കണക്കാക്കണം. ഗ്രാഫിക്കലി എങ്ങനെയാണ് കണ്ടിന്യൂറ്റി എന്ന് നമുക്ക് നോക്കാം. അതായത് ഒരു ഗ്രാഫ് ഇങ്ങനെ വരയ്ക്കുമ്പോൾ നമ്മൾ കൈ എടുക്കാതെ, നമ്മൾ കൈ ഇങ്ങനെ ലിഫ്റ്റ് ചെയ്യാതെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വരച്ചു പോകുന്ന ഗ്രാഫിനെയാണ് കണ്ടിന്യൂസ് ഫംഗ്ഷൻ്റെ ഗ്രാഫ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇത് നോക്കൂ, ഈ ഗ്രാഫ് ഞാൻ കൈ എടുക്കുന്നില്ല, ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ വരച്ചു പോവുകയാണ്. അപ്പോൾ ഇതൊരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ്റെ ഗ്രാഫാണ്. അപ്പോൾ ഈ ഗ്രാഫ് നോക്കൂ, ഈ ഗ്രാഫിനെ ഞാൻ ഇങ്ങനെ വരച്ചു, എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ വരച്ച് പോകാൻ പറ്റുന്നില്ല. ഞാൻ എന്ത് ചെയ്തു, കൈ എടുത്ത് വീണ്ടും ഞാൻ ഈ ഭാഗത്തേക്ക് വരയ്ക്കുന്നു. അപ്പോൾ ഈ ഗ്രാഫ് ഡിസ്കണ്ടിന്യൂസ് ആണ്. പക്ഷെ ഞാൻ ഇവിടെ നിന്ന് ഇവിടം വരെ കൈ എടുക്കാതെയാണ് വരച്ചത്. ദാറ്റ് മീൻസ് ഈ ഭാഗം കണ്ടിന്യൂസ് ആണ്. ഇവിടെ നിന്ന് ഞാൻ വരച്ചപ്പോഴും ഞാൻ കൈ എടുത്തില്ല, ഇനി എനിക്ക് അങ്ങോട്ട് വരച്ചു പോകാം. ആ ഭാഗവും എനിക്ക് എന്താണ്, കണ്ടിന്യൂസ് ആണ്. അപ്പോൾ ഈ ഒരു പോയിന്റിൽ ഈ ഗ്രാഫ് ഡിസ്കണ്ടിന്യൂസ് ആണ്. ഈ ഭാഗം മുഴുവൻ കണ്ടിന്യൂസും ഈ ഭാഗം മുഴുവൻ കണ്ടിന്യൂസുമാണ്. ഡിസ്കണ്ടിന്യൂസ് അറ്റ് ദ പോയിന്റ് x=2 എന്ന് പറയുന്ന പോയിന്റിലാണ് ഗ്രാഫ് അവിടെ ഡിസ്കണ്ടിന്യൂസ് ആയിരിക്കുന്നത്. ഇപ്പോൾ കണ്ടിന്യൂസ് ഫംഗ്ഷൻ്റെ ഗ്രാഫും ഡിസ്കണ്ടിന്യൂസ് ഫംഗ്ഷൻ്റെ ഗ്രാഫും നമുക്ക് മനസ്സിലായി. എല്ലായ്പ്പോഴും ഇതുപോലെ വലിയ ഫങ്ഷൻസ് എല്ലാം തന്നാൽ ഗ്രാഫ് വരച്ച് മനസ്സിലാക്കുക എന്ന് പറയുന്നത് വിഷമമാണ്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ചെയ്യുക? അതിന് തിയറട്ടിക്കലി നമ്മൾ LHL, ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ്, ദാറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് x ടെൻസ് ടു a മൈനസ് f ഓഫ് x എന്ന് കൊടുക്കാം. ഇനി റൈറ്റ് ഹാൻഡ് ലിമിറ്റ്, അതായത് ലിമിറ്റ് x ടെൻസ് ടു a പ്ലസ് f ഓഫ് x എന്ന് കൊടുക്കുക. അതായത് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും ഈക്വൽ ആവണം, അത് എക്സിസ്റ്റ് ചെയ്യുകയും ചെയ്യണം. കൂടാതെ f ഓഫ് a എന്ന് പറയുന്ന കോൺസ്റ്റൻറ്റിനും അത് ഈക്വൽ ആയാൽ നമുക്ക് എന്തായിരിക്കും, ഈ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ഫംഗ്ഷനാണ് എന്ന് പറയാം. ഇത് തന്നെ നമുക്കൊരു നമ്പർ ലൈനിൽ എളുപ്പം നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി നോക്കൂ മാർക്ക് ചെയ്യുന്നത്. ഇത് a എന്ന് പറയുന്ന ഒരു കോൺസ്റ്റൻറ്റ്, ഇതിൻ്റെ ലെഫ്റ്റ് സൈഡാണ് LHL, ഇതിൻ്റെ റൈറ്റ് സൈഡാണ് ഇതിവിടെ RHL. ഇത് നമ്മൾ ഇവിടെയുള്ള ഫംഗ്ഷനും ഇവിടെയുള്ള ഫംഗ്ഷനും നോക്കുക. ഇത് f ഓഫ് a എന്ന് പറയുന്ന ഫംഗ്ഷനും കൂടി ഈക്വൽ ആയാൽ LHL ഈക്വൽ ടു RHL ഈക്വൽ ടു f ഓഫ് a. LHL ഈക്വൽ ടു RHL ഈക്വൽ ടു f ഓഫ് a ആയാൽ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്. ക്വസ്റ്റ്യൻസ് ചെയ്യാൻ തുടങ്ങുന്നതിന് മുമ്പായി കുറച്ച് മെയിൻ പോയിൻറ്റ്സ് നമുക്ക് നോക്കാം. അതിൽ ഫസ്റ്റ് പോയിൻറ്റ്, കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻ ഈസ് കണ്ടിന്യൂസ്. കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ f ഓഫ് x ഈക്വൽ ടു y ഈക്വൽ ടു 2, അല്ലെങ്കിൽ 2വിൻ്റെ സ്ഥാനത്ത് എനി കോൺസ്റ്റൻറ്റ് c. സെക്കൻഡ് പോയിൻറ്റ്, ദ ഐഡൻറ്റിറ്റി ഫംഗ്ഷൻ ഈസ് കണ്ടിന്യൂസ്. ഐഡൻറ്റിറ്റി ഫംഗ്ഷൻ y ഈക്വൽ ടു f ഓഫ് x ഈക്വൽ ടു x. ഇനി എവരി പോളിനോമിയൽ ഫംഗ്ഷൻ ഈസ് കണ്ടിന്യൂസ്. ഏതൊരു പോളിനോമിയൽ ഫംഗ്ഷനും കണ്ടിന്യൂസ് ആയിരിക്കും. അതുപോലെ എവരി റാഷണൽ ഫംഗ്ഷൻ ഈസ് കണ്ടിന്യൂസ്. റാഷണൽ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ p ഓഫ് x ബൈ q ഓഫ് x. p ഓഫ് x ആൻഡ് q ഓഫ് x ആർ പോളിനോമിയൽസ്. q ഓഫ് x നോട്ട് ഈക്വൽ ടു 0. ഇങ്ങനെ വരുന്ന ഫംഗ്ഷൻസും എന്താണ്, കണ്ടിന്യൂസ് ഫംഗ്ഷൻസ് ആയിരിക്കും. മോഡുലസ് ഫംഗ്ഷൻ ഈസ് കണ്ടിന്യൂസ്. അതുപോലെ സൈൻ ഫംഗ്ഷൻ, കൊസൈൻ, ടാൻജൻറ്റ് ഫംഗ്ഷൻസ് ആർ ഓൾസോ കണ്ടിന്യൂസ്. എവരി ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻ ഈസ് കണ്ടിന്യൂസ്. ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പറ്റുന്ന എല്ലാ ഫംഗ്ഷൻസും കണ്ടിന്യൂസ് ഫംഗ്ഷൻസ് ആയിരിക്കും. ലാസ്റ്റായിട്ട് കോമ്പോസിഷൻ ഓഫ് 2 കണ്ടിന്യൂസ് ഫംഗ്ഷൻ ഈസ് ഓൾസോ കണ്ടിന്യൂസ്. ഇനി നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ചെക്ക് ദ കണ്ടിന്യൂറ്റി ഓഫ് ദ ഫംഗ്ഷൻ f ഓഫ് x ഈക്വൽ ടു 2x plus 3 such that x less than or equal to 1, x plus 4 such that x greater than 1. പ്രോബ്ലം ചെയ്യാൻ ഫസ്റ്റ് തന്നെ ചെയ്യേണ്ടത്, ആദ്യം നമ്മളൊരു നമ്പർ ലൈൻ വരയ്ക്കുക. നമ്പർ ലൈനിൽ ഇവിടെയുള്ള ഈ കോൺസ്റ്റൻറ്റിനെ നോക്കി ആ കോൺസ്റ്റൻറ്റ് നമ്പർ ലൈനിൽ മാർക്ക് ചെയ്യുക. ഇനി x ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1,
1നേക്കാളും ലെസ് ആയിട്ടുള്ള ലെഫ്റ്റ് സൈഡിൽ നമ്മുടെ ഫംഗ്ഷൻ 2x+3 ആണ്. 1ൽ നമ്മുടെ ഫംഗ്ഷൻ എന്താണെന്ന് നോക്കൂ, x ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. 1ൽ നമ്മുടെ ഫംഗ്ഷൻ 2x+3 ആണ്. ഞാൻ ദാ ഇതേപോലെ 1ൽ ഒരു ആരോ വെച്ച് ആ ഫംഗ്ഷൻ അവിടെ മാർക്ക് ചെയ്തു, 1ലെ ഫംഗ്ഷൻ. ഇനി x ഗ്രേറ്റർ ദാൻ 1, 1നേക്കാളും ഗ്രേറ്റർ ആയിട്ട്, അതായത് റൈറ്റ് സൈഡിൽ നമ്മുടെ ഫംഗ്ഷൻ എന്താണ്, x+4 ആണ്. അപ്പം നമുക്ക് ഈ ക്വസ്റ്റിനെ കുറിച്ചുള്ള ഏകദേശ വിവരം നമുക്ക് ഇവിടെ നിന്ന് കിട്ടി ഈ ഒരു പിക്ചറിൽ നിന്നും. 1ൻ്റെ ലെഫ്റ്റ് സൈഡിൽ 2x+3, 1ൻ്റെ റൈറ്റ് സൈഡിൽ x+4, 1ൽ ഫംഗ്ഷൻ 2x+3. നമുക്ക് എല്ലാ പോയിന്റിലും കണ്ടിന്യൂസ് ആണോ എന്ന് ചെക്ക് ചെയ്യണം. അതിന് ഫസ്റ്റ് കേസായിട്ട് നമുക്ക് 1ൻ്റെ ലെഫ്റ്റ് സൈഡ് എടുക്കാം. 1ൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഞാനിവിടെ എഴുതുകയാണ് കേസ് 1. കേസ് 1 എന്ന് എടുത്തു. 1ൻ്റെ ലെഫ്റ്റ് സൈഡിൽ ലെസ് ദാൻ 1. ഇനി നെക്സ്റ്റ് ചെയ്യേണ്ടത് ഇവിടെ ഏതെങ്കിലും ഒരു പോയിന്റ് C1 എന്ന് പറയുന്ന ഒരു പോയിന്റ് എടുക്കുക. അപ്പോൾ ലെറ്റ് C1 ബി എനി പോയിന്റ്. ഇനി നിങ്ങൾ നോക്കൂ, C1 ബി എനി പോയിന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ C1ൻ്റെ ലെഫ്റ്റ് സൈഡിലും C1ൻ്റെ റൈറ്റ് സൈഡിലും C1ലും ഫംഗ്ഷൻ എപ്പോഴും സെയിം തന്നെയാണ് വരിക. അപ്പോൾ ഈ ഫംഗ്ഷൻ എന്തായിരിക്കും, ഈ വാല്യൂ ഇവിടെ അപ്ലൈ ചെയ്താൽ നമുക്ക് കിട്ടുന്നത് ഒരേ വാല്യൂസ് ആയിരിക്കും. അപ്പോൾ ആ ഫംഗ്ഷൻ എന്താണ്, കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആയിരിക്കും, കണ്ടിന്യൂസ് ഫംഗ്ഷൻ. അപ്പോൾ നമുക്ക് ഒരു വരിയിൽ അത് പെട്ടെന്ന് എഴുതി അവസാനിപ്പിക്കാം. കാരണം നമ്മൾ പഠിച്ചിട്ടുണ്ട് പോളിനോമിയൽ ഫംഗ്ഷൻസ് ആർ കണ്ടിന്യൂസ് ഫംഗ്ഷൻസ് എന്ന്. അപ്പോൾ ഞാനിവിടെ എഴുതാണ് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു C1 f of x that is equal to limit extends to C1 2x+3. that means 2z1+3. നമ്മുടെ ആൻസർ ഇതാണ്. ഇനി കേസ് 2. ഇനി കേസ് 2 എടുക്കുമ്പോൾ 1നേക്കാളും റൈറ്റ് സൈഡിലേക്ക് എടുക്കുക. അപ്പോൾ നമ്മളുടെ ഫംഗ്ഷൻ അവിടെ നമുക്കറിയാം x+4 ആണെന്ന്. ഞാനൊരു C2 എന്ന് പറയുന്ന ഒരു പോയിന്റ് എടുത്തു. അപ്പോൾ ഞാനിവിടെ എഴുതാണ് ലെറ്റ് C2 ബി എനി പോയിന്റ്. ഒരു പോയിന്റ് C2 എടുത്തു. അപ്പോൾ നമുക്ക് അവിടെ എന്താ, ലിമിറ്റ് എക്സ്റ്റെൻസ് ടു C2 f of x. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു C2 x+4. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കുക, C2ൻ്റെ ലെഫ്റ്റ് സൈഡിലും C2ൻ്റെ റൈറ്റ് സൈഡിലും C2ലും ഫംഗ്ഷൻ ഇത് തന്നെയാണ്. അപ്പോൾ പോളിനോമിയൽ ഫംഗ്ഷൻ എല്ലാം കണ്ടിന്യൂസ് ആണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ നമുക്ക് ഈ x+4 കണ്ടിന്യൂസ് ആണെന്ന് ഒറ്റ വരിയിൽ എഴുതി അവസാനിപ്പിക്കാം. അതായത് C2 ഇവിടേക്ക് ചെല്ലുന്നു, അത് C2+4 കണ്ടിന്യൂസ് ആണ്. അപ്പോൾ ഫസ്റ്റ് കേസിലും സെക്കൻഡ് കേസിലും ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആയി. ഇനി നമ്മൾ ഡീപ്പായിട്ട് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത് ഒരൊറ്റ പോയിന്റിലാണ്, അറ്റ് ദ പോയിന്റ് x=1. അപ്പോൾ നമ്മളത് എങ്ങനെയാണ് ചെയ്യുന്നത്, അറ്റ് x=1. എത്രാമത്തെ കേസാണ്, കേസ് 3. അത് ചെയ്യുമ്പോൾ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും അറ്റ് ദ പോയിന്റും നമ്മളെല്ലാം എടുക്കണം. ഇനി നമ്മൾ എന്ത് ചെയ്യാണ്, ഇവിടെ നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് എടുക്കണം. ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് LHL ദാറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 1 മൈനസ് f of x. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 1 മൈനസ് 1ൻ്റെ ലെഫ്റ്റ് സൈഡിലാണ് 1 മൈനസ് എന്ന് പറയുന്നത്. അവിടെ നമുക്ക് ഫംഗ്ഷൻ 2x+3 ആണ്. ഇതിലേക്ക് 1 അവിടെ ചെല്ലുമ്പോൾ 2 × 1 + 3 ദാറ്റ് ഈസ് ഈക്വൽ ടു 5 വന്നു. ഇനി RHL ദാറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 1 + f of x. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 1 പ്ലസ് അവിടുത്തെ റൈറ്റ് ഹാൻഡ് സൈഡിലെ ലിമിറ്റിൻ്റെ ഫംഗ്ഷൻ എന്താണെന്ന് നോക്കൂ, x+4 ആണ്. അപ്പോൾ ഇതിലേക്ക് 1 ചെന്നു, 1 + 4 വന്നു, ദാറ്റ് മീൻസ് 5 അവിടെ ആൻസർ വന്നു. LHLും RHLും ഈക്വലായി. ഇനി നമുക്ക് ചെയ്യേണ്ടത് 1ൽ ഫംഗ്ഷൻ ഈക്വൽ ആണോ എന്ന് നോക്കണം. അതായത് കോൺസ്റ്റൻറ്റ് f of 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 2x+3. അതായത് 1 ഇതിലേക്ക് ചെന്നാൽ അവിടെയും 5 ആണ്. അപ്പോൾ ഇതിൽ നിന്ന് എന്ത് മനസ്സിലായി, ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും f of 1ഉം ഈക്വൽ ആണ്. ദിസ് ഫംഗ്ഷൻ ഈസ് കണ്ടിന്യൂസ് അറ്റ് ദ പോയിന്റ് x=1. 1ൽ കണ്ടിന്യൂസ് ആണ്. ഓൾറെഡി 1ന് ലെസ് ദാൻ കണ്ടിന്യൂസ് ആണ്,
1ന് ഗ്രേറ്റർ ദാൻ കണ്ടിന്യൂസ് ആണ് എന്ന് നമ്മൾ നേരത്തെ കണ്ടു. അപ്പോൾ എല്ലാ ദിക്കിലും ഈ ഫംഗ്ഷൻ എന്താണ്? കണ്ടിന്യൂസ് ആണ്. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. അതായത് ഫംഗ്ഷൻ എന്താണ്? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 3ax പ്ലസ് ബി സച്ച് ദാറ്റ് എക്സ് ഗ്രേറ്റർ ദാൻ 1, 11 സച്ച് ദാറ്റ് എക്സ് ഈക്വൽ ടു 1, 5ax മൈനസ് 2b സച്ച് ദാറ്റ് എക്സ് ലെസ് ദാൻ 1. ഈ ഫംഗ്ഷൻ എല്ലാ ദിക്കിലും കണ്ടിന്യൂസ് ആണ്, കണ്ടിന്യൂസ് അറ്റ് ദ പോയിന്റ് എക്സ് ഈക്വൽ ടു 1 എന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് ദ വാല്യൂ ഓഫ് എ ആൻഡ് ബി. എയ്ക്കും ബിക്കും വില കണ്ടുപിടിക്കുക. ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പം ഞാൻ ക്വസ്റ്റ്യനിലേക്ക് കടക്കുകയാണ്. ഫസ്റ്റ് നമ്മളിവിടെ നോക്കുക. ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് 1 എന്ന് പറയുന്ന കോൺസ്റ്റൻ്റ് ആണ്. ആ കോൺസ്റ്റൻ്റ് നമ്പർ ലൈനിൽ മാർക്ക് ചെയ്തു. ഇനി എക്സ് ഗ്രേറ്റർ ദാൻ 1, 1നേക്കാളും ഗ്രേറ്റർ ആയിട്ട് വരുമ്പോൾ എക്സിൻ്റെ വാല്യൂസ് എന്താണ് വരുന്നത് നോക്കൂ. 3ax പ്ലസ് ബി. 1ൽ എന്താണ് എക്സിൻ്റെ വാല്യൂ വരുന്നത്? നമുക്ക് 1ൻ്റെ അവിടെ നേരെ ഒരു ആരോ മാർക്ക് മുകളിലേക്ക് ഇട്ടിട്ട് ഞാൻ 1ൻ്റെ വാല്യൂ 11 എന്നവിടെ എഴുതി. ഇനി 1നേക്കാൾ എക്സ് ലെസ് ദാൻ 1, എക്സ് ലെസ് ദാൻ 1 എന്ന് പറഞ്ഞാൽ നമ്മുടെ അവിടെ വാല്യൂ വരുന്നത് 5ax മൈനസ് 2b. നമുക്ക് ഏകദേശം ഒരു പിക്ചർ കിട്ടി. ഇനി നമുക്കത് വെച്ച് എന്ത് ചെയ്യാം? വാല്യൂ ഫൈൻഡ് ചെയ്യാം എ ആൻഡ് ബി. ഇത് ഈ പോയിന്റിലും 1ലും എല്ലാം കണ്ടിന്യൂസ് ആണെന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ 1ലെ ലെഫ്റ്റ് സൈഡും 1ൻ്റെ റൈറ്റ് സൈഡും ഈക്വൽ ആണ്. ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും എഫ് ഓഫ് 1ഉം ഇവിടെ എന്തായിട്ട് വരികയാണ്? ഈക്വൽ ആയിട്ട് വരികയാണ്. ഇനി 1ൻ്റെ ലെഫ്റ്റ് സൈഡ് നമുക്ക് എടുക്കാം. 1ൻ്റെ ലെഫ്റ്റ് സൈഡിൽ LHL ദാറ്റ് ഇസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 മൈനസ് എഫ് ഓഫ് എക്സ് എന്ന് കൊടുത്തു. ലെഫ്റ്റ് സൈഡിലെ ഫംഗ്ഷൻ എന്താണ് വരുന്നത്? എക്സ് ടെൻസ് ടു 1 മൈനസ് അവിടെ വരുന്നത് 5ax മൈനസ് 2b എന്നാണ്. ഇവിടെ 1 എക്സിൻ്റെ സ്ഥലത്തേക്ക് കൊടുത്താൽ വരുന്നത് 5a മൈനസ് 2b നമ്മളൊരു അണ്ടർലൈൻ ചെയ്ത് അവിടെ വെച്ചു. ഇനി നെക്സ്റ്റ് എന്താണ്? RHL റൈറ്റ് ഹാൻഡ് ലിമിറ്റ്, ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 പ്ലസ് എഫ് ഓഫ് എക്സ്. അപ്പോൾ നമുക്ക് ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 പ്ലസ് അവിടുത്തെ ഫംഗ്ഷൻ എന്താണ് വരുന്നത്? 3ax പ്ലസ് ബി. അതായത് എക്സിലേക്ക് 1 ചെന്നു, 3a പ്ലസ് ബി അണ്ടർലൈൻ ചെയ്ത് വെച്ചു. ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും ഈക്വൽ ആണ്. കാരണം എന്താണ്? നമ്മുടെ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്. അപ്പോൾ നമുക്കറിയാം എഫ് ഓഫ് 1ഉം 1ൽ എന്താണ്? 11 ആണ്. അത് ഇതിനെല്ലാം ഈക്വൽ ആണ്. ഈ രണ്ട് ഇക്വേഷനും ഇത് ഈക്വൽ ആണ്. നമുക്കിവിടെ നിന്ന് എന്തെഴുതാം? 5a മൈനസ് 2b ദാറ്റ് ഇസ് ഈക്വൽ ടു 11. അതുപോലെ തന്നെ 3a പ്ലസ് ബി ദാറ്റ് ഇസ് ഈക്വൽ ടു 11. ഈ രണ്ട് 2 വേരിയബിൾസിൻ്റെ ഇക്വേഷൻ സോൾവ് ചെയ്താൽ നമുക്കിവിടെ എന്ത് കിട്ടുന്നു? ഇതിൻ്റെ വാല്യൂ കിട്ടുന്നു. a ഈക്വൽ ടു 3ഉം b ഈക്വൽ ടു 2ഉം നമുക്ക് വാല്യൂസ് അവിടെ കിട്ടും. ഇനി നമുക്ക് മറ്റൊരു ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ഈ ക്വസ്റ്റ്യൻ ഫൈൻഡ് ദ റിലേഷൻ ബിറ്റ്വീൻ എ ആൻഡ് ബി എന്നുള്ളതാണ്. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ax പ്ലസ് 1 സച്ച് ദാറ്റ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3, bx പ്ലസ് 3 സച്ച് ദാറ്റ് എക്സ് ഗ്രേറ്റർ ദാൻ 3. ഇവിടെ തന്നിട്ടുണ്ട് ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ് എന്ന്. ഇനി നമുക്ക് ഞാൻ ഈ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടുത്തെ കോൺസ്റ്റൻറ്റിനെ നോക്കാം. ആ കോൺസ്റ്റൻറ്റിനെ ഞാൻ ഒരു നമ്പർ ലൈനിലേക്ക് മാർക്ക് ചെയ്തു. ഇനി എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3, എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 എന്ന് വെച്ചാൽ 3യേക്കാൾ താഴെ, ദാറ്റ് മീൻസ് ലെഫ്റ്റ് സൈഡിൽ നമ്മുടെ ഫംഗ്ഷൻ ax പ്ലസ് 1 ആണ്. 3യിൽ ഫംഗ്ഷൻ നോക്കൂ, ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണ്. 3യിൽ നമ്മുടെ ഫംഗ്ഷൻ ഞാൻ നേരത്തെ ചെയ്യുന്ന പോലെ തന്നെ ആരോ ഇട്ട് ax പ്ലസ് 1 മാർക്ക് ചെയ്യുന്നു. ഇത് വളരെ ഈസി മെത്തേഡാണ്. ഇത് ചെയ്താൽ ഈ ഒരു ഫിഗർ കിട്ടിയാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രോബ്ലം മുഴുവൻ ഇപ്പം നമുക്ക് കാണാൻ പറ്റും, വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഇനി എക്സ് ഗ്രേറ്റർ ദാൻ 3, 3യേക്കാളും ഉണ്ടോ bx പ്ലസ് 3 ഗ്രേറ്റർ സൈഡിൽ മാർക്ക് ചെയ്തു. അപ്പോൾ നമുക്ക് എന്താ? ആ ഫിഗർ കിട്ടി. ഇനി നമുക്ക് ആ ഫിഗർ വെച്ച് ഇതിൻ്റെ ലെഫ്റ്റ് സൈഡും ഇതിൻ്റെ റൈറ്റ് സൈഡും എഫ് ഓഫ് 3യിലും നമുക്ക് എങ്ങനെയാണ് റിലേഷൻ വരുന്നതെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് LHL ദാറ്റ് ഇസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 3 മൈനസ് എഫ് ഓഫ് എക്സ്.
3 മൈനസ് എന്ന് പറയുമ്പോൾ -3 അല്ല കൊടുക്കേണ്ടത്. എന്തെടുക്കും, 1-2 കുട്ടികൾ ചോദിച്ച കാരണമാണ് ഞാൻ അങ്ങനെ പറയുന്നത്. കാരണം 3യുടെ ലെഫ്റ്റ് സൈഡ് എന്നുള്ളത് ഉദ്ദേശിച്ചിട്ടാണ് 3 മൈനസ് വരുന്നത്. അതൊരു സിമ്പിൾ മാത്രമാണ്. ഇനി ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 3 മൈനസ് ലെഫ്റ്റ് സൈഡിൽ എന്താണ് ഫംഗ്ഷൻ? ax പ്ലസ് 1. ഇനി അതിലേക്ക് നമ്മൾ 3 ചെന്നു. അപ്പോൾ 3a പ്ലസ് 1 ആയി. ഇനി റൈറ്റ് ഹാൻഡ് ലിമിറ്റ് എടുക്കാം. റൈറ്റ് ഹാൻഡ് ലിമിറ്റ് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 3 പ്ലസ് എഫ് ഓഫ് എക്സ്. അതായത് 3യുടെ റൈറ്റ് സൈഡിൽ നമ്മുടെ ഫംഗ്ഷൻ എന്താണ്? എക്സ്റ്റെൻസ് ടു 3 പ്ലസ് bx പ്ലസ് 3 എന്നുള്ളതാണ് നമ്മുടെ ഫംഗ്ഷൻ. ഇനി ഇതിലേക്ക് നമ്മൾ 3 ചെന്ന് കഴിഞ്ഞാൽ 3b പ്ലസ് 3 വരുന്നു. നമ്മളിത് അണ്ടർലൈൻ ചെയ്ത് വെച്ചു, നേരത്തെ മാർക്ക് ചെയ്ത് വെച്ചിരുന്നു. ഇനി എന്ത് ചെയ്യാം? LHLും RHLും ഈക്വൽ ആണ്, തന്നിട്ടുണ്ട് ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെന്ന്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? LHL ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് ഈക്വൽ ടു RHL. അതിൽ നിന്ന് എന്ത് മനസ്സിലായി? 3a പ്ലസ് 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 3b പ്ലസ് 3. ഇനി നമുക്ക് ഇതിനെ ഒന്ന് സോൾവ് ചെയ്തൊന്ന് ഭംഗിയാക്കി കഴിഞ്ഞാൽ ഒരു ഇക്വേഷനായി. 3a മൈനസ് 3b. ഈ 3b ഈ സൈഡിലേക്ക് കൊണ്ടുവന്നു, 1നെ ഇവിടേക്ക് കൊണ്ടുവന്നു. അതായത് 3 മൈനസ് 1. 3 ഔട്ട് സൈഡിൽ എടുത്താൽ a മൈനസ് b ദാറ്റ് ഈസ് ഈക്വൽ ടു 2. a മൈനസ് b ഈക്വൽ ടു 2/3. നമുക്കൊരു റിലേഷൻ കിട്ടി എയും ബിയും തമ്മിലുള്ള. ഇനി ഇതിനെ മറ്റൊരു രീതിയിൽ എഴുതണമെങ്കിൽ 2/3 പ്ലസ് b എന്ന് കിട്ടി. a എന്ന് പറഞ്ഞാൽ 2/3 പ്ലസ് b ആണ്. അപ്പോൾ നമുക്ക് എക്കും ബിക്കും തമ്മിലുള്ള ഒരു റിലേഷനാണ് ഫൈൻഡ് ചെയ്യാൻ പോകുന്നത്. റിലേഷൻ കിട്ടി. ഈ ഒരു ഫിഗർ ഉണ്ടെങ്കിൽ എത്ര സിമ്പിളാണ് ഈ പ്രോബ്ലം ചെയ്യാൻ. അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റിനിലേക്ക് കിടക്കാം. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 5 സച്ച് ദാറ്റ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2. ax പ്ലസ് ബി സച്ച് ദാറ്റ് 2 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 10. 21 സച്ച് ദാറ്റ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 10. ഇതിൻ്റെ ഉള്ളിൽ ക്വസ്റ്റ്യൻ ഇത് തന്നെയാണ്. കണ്ടിന്യൂസ് ആണ് എല്ലാ ദിക്കിലും ഫംഗ്ഷൻ. നമുക്ക് ഫൈൻഡ് ദ വാല്യൂ ഓഫ് എ ആൻഡ് ബി. വാല്യൂ ഫൈൻഡ് ചെയ്യണം. അപ്പോൾ അതിനുവേണ്ടി ആദ്യം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു നമ്പർ ലൈൻ മാർക്ക് ചെയ്തു. ഇവിടെ നോക്കുമ്പോൾ 2 കോൺസ്റ്റൻസ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. എത്ര കോൺസ്റ്റൻറ്റ് വന്നാലും കുഴപ്പമില്ല, അതെല്ലാം നമുക്ക് നമ്പർ ലൈനിൽ മാർക്ക് ചെയ്തിട്ട് ആ കോൺസ്റ്റൻസിൻ്റെ ലെഫ്റ്റ് സൈഡിലാണോ റൈറ്റ് സൈഡിലാണോ കോൺസ്റ്റൻറ്റിലാണോ എന്ന് മാർക്ക് ചെയ്താൽ മതി ആ നമ്പർ ലൈനിൽ. ഇപ്പോൾ ഇവിടെ 2 കോൺസ്റ്റൻറ്റ് വന്നു. 2 കോൺസ്റ്റൻറ്റ് വന്നാൽ നമുക്കിവിടെ നോക്കാം. എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2. അതായത് 2വിലും ഫംഗ്ഷൻ 5 ആണ്. ഫസ്റ്റ് തന്നെ ഞാനത് മാർക്ക് ചെയ്തു. പിന്നെ നോക്കിയേ, എക്സ് ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ 5 ആണ് ഫംഗ്ഷൻ. ഇനി ഇവിടെ 2വിനും 10നും ഇടയിൽ എക്സിൻ്റെ വാല്യൂസ് വരുന്നത് എവിടെയാണ്? 2വിനും 10ൻ്റെയും ഇടയിൽ ഈ ഭാഗത്ത് നമ്മുടെ ഫംഗ്ഷൻ എന്താ വരുന്നതെന്ന് നോക്കൂ. ax പ്ലസ് ബി ആണ് നമ്മുടെ ഫംഗ്ഷൻ വരുന്നത്. ഇനി എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 10. 10ലും ഫംഗ്ഷൻ 21 ആണ്. 10നേക്കാളും ഗ്രേറ്റർ ആയിട്ടുള്ള സൈഡിലും ഫംഗ്ഷൻ എന്ത് തന്നെയാണ്? 21 ആണ്. അപ്പോൾ ഞാൻ 10ന് നേരെ ആരോ വരച്ച് 21 മാർക്ക് ചെയ്തു. 10ൻ്റെ റൈറ്റ് സൈഡിലും 21 മാർക്ക് ചെയ്തു. ഇപ്പം നമുക്ക് ഏകദേശം ഒരു പിക്ചർ കിട്ടി. അതായത് ഇനി നമുക്ക് വളരെ ഈസി ആയിട്ട് ഇത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. കാരണം ഇവിടെ എല്ലാം നമുക്കിപ്പോൾ കേസ് 2 എല്ലായിടത്തും കണ്ടിന്യൂസ് ആണെന്ന് പറഞ്ഞു. ഇതിൻ്റെ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും ഇതിൻ്റെ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. ആവശ്യത്തിനുള്ളത് മാത്രം നമ്മൾ ചെയ്യുക. നോക്കൂ, ഇത് 2വിൻ്റെ റൈറ്റ് സൈഡിൽ എടുക്കുക, 10ൻ്റെ ലെഫ്റ്റ് സൈഡിൽ എടുക്കുക. അപ്പോഴെല്ലാം നമുക്ക് ഇക്വേഷൻ വരുന്നുണ്ട്. ഈ 2വിൽ 5 ആണ്, 10ൽ 21 ആണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഇക്വേഷൻ അവിടെ സോൾവ് ചെയ്യാൻ നമുക്ക് പറ്റും. അതായത് RHL ദാറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 പ്ലസ് എഫ് ഓഫ് എക്സ്. റൈറ്റ് സൈഡിൽ എന്താണ് ഫംഗ്ഷൻ വന്നേക്കണേ? ഫംഗ്ഷൻ ax പ്ലസ് ബി. ഇതിലേക്ക് എക്സിൻ്റെ സ്ഥലത്തേക്ക് 2 ചെന്ന് കഴിഞ്ഞാൽ 2a പ്ലസ് ബി. ജസ്റ്റ് ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചു. ഇനി 10ൻ്റെ ലെഫ്റ്റ് സൈഡാണ് നമുക്ക് എടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് അവിടെ എന്നാ കണ്ടുപിടിക്കേണ്ടത്? LHL ദാറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 10 മൈനസ് എഫ് ഓഫ് എക്സ്. എല്ലാം നമ്മൾ വരച്ചു വാരി ചെയ്യണമെന്നില്ല, ഇതേപോലെ ആവശ്യത്തിന് മാത്രം നമുക്ക് അവിടെ ചെയ്താൽ മതി. അപ്പോൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു 10 മൈനസ് അവിടെ വരുമ്പോഴും ഫംഗ്ഷൻ എന്താ വന്നേക്കണേ? ax പ്ലസ് ബി ആണ്. ദിസ് ഈസ് ഈക്വൽ ടു 10 ഇവിടെ ചെന്നാൽ 10a പ്ലസ് ബി വന്നു. ജസ്റ്റ് നമ്മൾ അണ്ടർലൈൻ ചെയ്തു. ഇവിടെ നമുക്കറിയാം എഫ് ഓഫ് 2 എന്ന് പറഞ്ഞാൽ 5 ആണ്.
ഈ എഫ് ഓഫ് 2 5 ആണെങ്കിൽ ഈ 5 എന്തിന് ഈക്വൽ ആണ്? 2a + bക്ക് ഈക്വൽ ആണ്. 2a + b = 5 ആണ്. ഇക്വേഷൻ നമ്പർ 1 കിട്ടി. കാരണം എന്താ? ഈ 2-ൽ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും 2-ൽ എല്ലാ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെന്ന് അവർ തന്നിട്ടുണ്ട്. ഇനി എഫ് ഓഫ് 10 ദാറ്റ് ഈസ് ഈക്വൽ ടു 21 ആണ്. ദാറ്റ് ഈസ് ഗിവൺ. അവിടെ ബ്രാക്കറ്റിൽ ഗിവൺ എന്ന് എഴുതിയാലും മതി. ഇനി എന്ത് ചെയ്യാം? അവിടെ 10a + b ദാറ്റ് ഈസ് ഈക്വൽ ടു 21. ഇക്വേഷൻ നമ്പർ 2. ഇനി ഈ രണ്ട് ഇക്വേഷനും കൂടി ഇപ്പോൾ 10a + b ദാറ്റ് ഈസ് ഈക്വൽ ടു 21 2a + b = 5 ഇത് രണ്ടും കൂടി സോൾവ് ചെയ്താൽ നമുക്ക് a = 2 b = 1 കിട്ടും. a = 2 b = 1. ഇനി നമുക്ക് ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. അതായത് f of x = modulus cos x. Check the continuity of the function. നമ്മുടെ ഫസ്റ്റ് ഫംഗ്ഷൻ ആയിട്ട് g of x that is equal to cos x. ഈ f of x എന്ന് പറയുന്ന ഫംഗ്ഷന്റെ ഉള്ളിൽ cos x ഉണ്ട് mod x ഉണ്ട്. രണ്ട് ഫംഗ്ഷന്റെ കോമ്പോസിഷൻ ആയിട്ട് വരുന്നതാണ് ഈ ഒരൊറ്റ ഫംഗ്ഷൻ. അതിനാൽ ഇത് ചെയ്യേണ്ട മെത്തേഡ് വേറെ രീതിയിലാണ്. അപ്പോൾ g of x എടുത്തു. g of x എടുത്തു കഴിഞ്ഞാൽ g of x = cos x. നമുക്കിവിടെ എന്താ കൊടുക്കണ്ടേ? g of x = cos x. Cosine function is continuous എന്ന് എഴുതി. ഇനി h of x = mod x. അതായത് ഇവിടെ എഴുതി എന്ത്? modulus function is continuous. ഈ രണ്ട് ഫംഗ്ഷന്റെ കോമ്പോസിഷൻ എടുക്കണം. h dot g of x. h of g of x. അതായത് h of g of x ആരാണ്? cos x ആണ്. അപ്പോൾ ഞാൻ g of x ന് സ്ഥലത്ത് cos x കൂടെ കൊടുത്തു. h of x എന്നെങ്കിൽ mod x ആണ്. modulus of cos x കൂടെ കൊടുത്തു. അപ്പോൾ നമുക്ക് മനസ്സിലായി ഇതെന്ന് പറഞ്ഞാൽ f of x ആണ്. ഈ ഫംഗ്ഷൻ f of x ആണെന്ന് മനസ്സിലായി. ഇനി നമുക്ക് പറയാം ഒരൊറ്റ വരി ഇവിടെ എഴുതി കൺക്ലൂഡ് ചെയ്യാം. എങ്ങനെ കൺക്ലൂഡ് ചെയ്യാം? കോമ്പോസിഷൻ ഓഫ് ടു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ഈസ് കണ്ടിന്യൂസ്. അപ്പോൾ നേരത്തെ നമ്മൾ പഠിച്ചു കൊസൈൻ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്, മോഡുലസ് ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്. ഈ രണ്ട് ഫംഗ്ഷന്റെ കോമ്പോസിഷൻ എപ്പോഴും എന്തായിരിക്കും? കണ്ടിന്യൂസ് ആയിരിക്കും. 4-5 ക്വസ്റ്റ്യൻസ് ഇപ്പൊ നമ്മൾ ചെയ്തു കഴിഞ്ഞു. ഇതിൻ്റെ ഉള്ളിൽ ചെക്ക് ദ കണ്ടിന്യൂറ്റി ഓഫ് ദ ഫംഗ്ഷൻ, ഫൈൻഡ് ദ വാല്യൂ ഓഫ് a and b, ഫൈൻഡ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ a and b, അതല്ലെങ്കിൽ ഫൈൻഡ് ദ വാല്യൂ ഓഫ് k. ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ നിന്ന് ചോദിക്കാറ്. അത് ചെയ്യാനുള്ള എളുപ്പമാർഗവും ഞാൻ പറഞ്ഞു. ഇതുപോലെ ഒരു നമ്പർ ലൈൻ വരച്ച് അതിന്റെ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും ആ പോയിന്റിലും എന്താണോ വരുന്നത് അത് മാർക്ക് ചെയ്ത് നമ്മൾ ചെയ്താൽ വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് ക്വസ്റ്റ്യൻ മനസ്സിലാക്കുകയും ചെയ്യുകയും ചെയ്യാൻ പറ്റും നമുക്ക്. ഇനി നമുക്ക് കണ്ടിന്യൂറ്റി എന്ന് പറഞ്ഞ ടോപ്പിക്ക് കഴിഞ്ഞു. നെക്സ്റ്റ് ഡിഫറൻഷ്യബിലിറ്റിയിലേക്ക് നമുക്ക് കടക്കാം.